ബീഹാർ വോട്ടർ പട്ടിക തീവ്ര പരിശോധനയിൽ പാർലമെന്റ് കവാടത്തിൽ പ്രതിപക്ഷ പ്രതിഷേധം. വിഷയം രാജ്യസഭയിൽ ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് ആം ആദ്മി പാർട്ടി MP സഞ്ജയ് സിംഗ് നോട്ടീസ് നൽകി. ഉപരാഷ്ട്രപതിയുടെ രാജിയിലും പ്രതിപക്ഷം പാർലമെന്റിൽ സംശയങ്ങൾ ഉന്നയിക്കും. ധനസുബോധ ചേരുന്നു. ധനസുബോധ, പ്രതിഷേധത്തിന്റെ വിശദാംശങ്ങൾ എന്തൊക്കെയായിരിക്കും ഇന്ന് സഭയിൽ നടക്കുക? ഇപ്പോൾ ബീഹാറിലെ വോട്ടർ പട്ടികയിലെ തീവ്ര പരിശോധന പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് കടുത്ത പ്രതിഷേധം നടക്കുന്നത്. കഴിഞ്ഞ ദിവസം ഇന്ത്യ മുന്നണി പാർട്ടികൾ മാത്രമായിരുന്നു പ്രതിഷേധിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ കൂടുതൽ പ്രതിപക്ഷ പാർട്ടികൾ ഒറ്റക്കെട്ടായി തന്നെ പ്രതിഷേധിക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. കാര്യം ഈ സമ്മേളനം തുടങ്ങിയതിനു ശേഷം ഇത്രയും പ്രതിപക്ഷ എംപിമാർ കൂട്ടത്തോടെ വരികയും പ്രതിഷേധിക്കുകയും ചെയ്ത മറ്റു സംഭവങ്ങൾ ഉണ്ടായിട്ടില്ല. മാത്രമല്ല, ഇന്ത്യ മുന്നണി യോഗത്തിൽ നിന്ന് പോലും ആം ആദ്മി പാർട്ടി വിട്ടുനിന്നപ്പോൾ ഈ ബീഹാർ വിഷയമായതിനാൽ വീണ്ടും ഇന്ത്യ മുന്നണിയിലെ പ്രതിപക്ഷ പാർട്ടികളുടെ ഒപ്പം തന്നെ ആം ആദ്മി പാർട്ടി എംപിമാരും പ്രതിഷേധിക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. സാധാരണ ലോക്സഭാ എംപിമാർ മാത്രമാണ് കൂടുതൽ പ്രതിഷേധത്തിന് വരികയാണെങ്കിൽ ഇപ്പോൾ ലോക്സഭയിലെയും രാജ്യസഭയിലെയും പ്രതിപക്ഷത്തിന്റെ ഒരു ശക്തി പ്രകടനമായി തന്നെ ഇപ്പോൾ ഈ സമരം മാറിയിരിക്കുകയാണ്. ഏതാനും നിമിഷങ്ങൾക്കകം ലോക്സഭയും രാജ്യസഭയും ആരംഭിക്കും. അവിടെയും ഈ വിഷയം തന്നെ ഉന്നയിക്കണം എന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് നേതൃത്വം. അതനുസരിച്ച് നിരവധി എംപിമാർ ഈ വിഷയം ചൂണ്ടിക്കാട്ടിച്ച് പ്രത്യേകം പ്രസ്താവന നടത്തണം, പ്രത്യേക ചർച്ച നടത്തണം എന്നുള്ള ഒരു കാര്യം രാജ്യസഭയിലും അടിയന്തര പ്രമേയത്തിന് നിരവധി നോട്ടീസുകൾ ലോക്സഭയിൽ നിന്നും നൽകിയിട്ടുണ്ട്. ഏതായാലും ഈ 11 മണിവരെ ഈ പ്രതിഷേധം വളരെ ശക്തമായി തന്നെ മുന്നോട്ട് പോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. KC വേണുഗോപാൽ അടക്കമുള്ള നേതാക്കന്മാർ ഇപ്പോൾ ഇങ്ങോട്ട് എത്തിയിട്ടുണ്ട്. സോണിയ ഇതിനകം തന്നെ രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി തുടങ്ങിയ നേതാക്കന്മാർ നേതൃത്വം നൽകുന്ന വലിയൊരു സമരം തന്നെയാണ് ഇപ്പോൾ പാർലമെന്റ് അങ്കണത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ശരി.